അപ്പോൾ ആദ്യമായി എസൻസ് ഗ്ലോബൽ ഈ ഒരു ക്യാമ്പിൽ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്കും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മനുജ, നിങ്ങളുടെ ക്യാപ്റ്റൻ, എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ ഇതിൽ വെൽക്കം ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾ 5ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ബിലോ 5th സ്റ്റാൻഡേർഡ് ബിലോ മോൻ ഒരാൾ, ബാക്കി എല്ലാവരും 5th. മോന് ഏത് ക്ലാസ്സിലാണ്? 2ലാണോ? ഓക്കെ. 5ൽ താഴെ, 5ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന ഇനി 5ലേക്ക് അതിൽ താഴെ, ഇനി 4ലേക്കും 3ലേക്കൊക്കെ പോകുന്നവർ എത്ര പേരുണ്ട്? 1 2, വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ബാക്കിയെല്ലാം 5ാം ക്ലാസ്സിന് മേലെയാണ് അല്ലേ? ഓക്കെ, ഇനി 5ലോട്ടാ? ഓക്കെ, കുഴപ്പമില്ല. ശരി. ഹൈസ്കൂൾ 8th 9th 10th പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? 8th 9th 10. ഓക്കെ, ഗുഡ്. +1 +2 ആരുമില്ല. ഇനി 8ലേക്കാണ്. ഓക്കെ, ശരി. ബാക്കിയെല്ലാം 6th 7th. ഓക്കെ. ഇഷ്ടപ്പെട്ടോ വയനാട്? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് മനുജ പറഞ്ഞ പോലെ നമ്മൾ സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രസൻറ്റേഷനാണ്. ഞാൻ ഒരുപാട് തിയററ്റിക്കലായിട്ട് പോകുന്നില്ല, നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം അല്ലേ? ഈ ട്വീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളം മീഡിയംകാരുണ്ടോ? മലയാളം മീഡിയം? ഓക്കെ. ഞാൻ ചോദിക്കാൻ കാരണം ചില വാക്കുകളൊക്കെ മലയാളത്തിലായിരിക്കും പറയുന്നത്, ചില വേർഡ്സൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. 2 മിക്സ് ചെയ്താണ് പറയുക. ചില വേർഡ്സ് മലയാളത്തിൽ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അത് സോ മലയാളം ഇംഗ്ലീഷും മിക്സ് ചെയ്ത് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ട്വീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആ ഒരു ട്വീൻ, TWEN, പ്രീ ടീൻ കാലഘട്ടമാണ്. ഒരു 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയൊക്കെയുള്ള ആ ഒരു കുട്ടികളുടെ കാലഘട്ടത്തെയാണ് ട്വീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടിപ്പിക്കലി പറയാൽ 13 മുതൽ 19 വരെ എന്നൊക്കെ പറയാം അല്ലേ? അല്ലെങ്കിൽ 18 വരെ, ആ ഒരു കാലഘട്ടം, കൗമാരം എന്ന് പറയുന്ന കാലഘട്ടമാണ് ടീൻ എന്ന് പറയുന്നത്. അതിന് മുൻപേ ഉള്ള കാലഘട്ടമാണ് ട്വീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഏകദേശം ആ ഒരു ട്വീനിൽ നിന്ന് ടീനിലേക്ക് കിടക്കുന്ന ആ ഒരു ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? നിങ്ങൾ ഉടനെ ടീനേജിലേക്ക് എത്തും, പിന്നെ നിങ്ങൾ അഡൽട്ട്ഹുഡിലേക്ക് എത്തും അല്ലേ? അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാല്യകാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? സോ ഈ സമയത്ത് മനുജ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും, നമ്മുടെ മാനസികമായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക, അവബോധം ഉണ്ടാവുക. അത് എന്തിനാണ് അങ്ങനെ ഒരു അവബോധം ഉണ്ടാവുന്നത്? എന്തിനാണ്? പ്രത്യേകിച്ചും സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈംഗിക വിദ്യാഭ്യാസം അല്ലേ? ലൈംഗികത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മുന്നേ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? വംശത്തെ നിലനിർത്താനായിട്ട് നമ്മൾ തന്നെ നമ്മുടെ കോപ്പികളെ, നമ്മുടെ കോപ്പിയല്ല, നമ്മുടെ അടുത്ത ജനറേഷനെ ഉണ്ടാക്കുന്നു അല്ലേ? എല്ലാ ജീവികളും പ്രത്യുൽപാദനം നടത്തുന്നുണ്ട് അല്ലേ? ബാക്ടീരിയ പ്രത്യുൽപാദനം നടത്തുന്നുണ്ടോ? റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ? എങ്ങനെയാ? ബാക്ടീരിയ ഡിവൈഡ് ചെയ്യും അല്ലേ? ബൈനറി ഫിഷൻ, അതായത് ഒരു ബാക്ടീരിയ 2ആയിട്ട് മാറും അല്ലേ? 2 4 16 അങ്ങനെയാണ് ബാക്ടീരിയകളൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഉയർന്ന ഓർഗാനിസത്തിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? അവിടെ മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുന്ന 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മോർഫോളജിക്കലി ഫീച്ചേഴ്സ് വ്യത്യാസമായിട്ടുള്ള 2 ജെൻഡറായി മാറുന്നു. അവിടെ സെക്ഷലായിട്ടുള്ള റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്. അതിന് ഒരുപാട് ക്രോമസോമലായിട്ട് ചേഞ്ചസ് ക്രോമസോമലായിട്ടുള്ള മിക്സിംഗ് ഒക്കെ വരുന്നുണ്ട്. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. എനിവേ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ്. ആനിമൽസിൻ്റെ ഇടയിലുണ്ട്. പ്ലാന്റ്സിൻ്റെ ഇടയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടോ? എങ്ങനെയാണ് നടക്കുന്നത്? യെസ്, പോളൻസ് ഉണ്ട് അല്ലേ? മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറൊക്കെ ഉണ്ട്. നിങ്ങൾ പഠിക്കും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ്. അത് പ്ലാന്റ്സിൻ്റെ ഇടയിലുണ്ട്, ആനിമൽസിൻ്റെ ഇടയിലുള്ള കാര്യമാണ്. സോ ഇതൊരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മനുഷ്യരിലെത്തുന്ന സമയത്ത് മൃഗങ്ങളിലൊക്കെ സെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയർ നിങ്ങൾ കാണാറുണ്ട് അല്ലേ? സോ മനുഷ്യരിലെത്തുന്ന സമയത്ത് നമ്മൾ ആനിമൽസാണ്, നമ്മളും മറ്റു മൃഗങ്ങളെ പോലെയുള്ള ഒരു ആനിമലാണ് അല്ലേ? പക്ഷെ മനുഷ്യന് എന്താ വ്യത്യാസമുള്ളത്? നമുക്ക് ബ്രെയിൻ, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഉണ്ട് അല്ലേ? സോ നമ്മളെല്ലാ കാര്യങ്ങളും, മൃഗങ്ങൾക്കുള്ള പല കാര്യങ്ങളും നമ്മളിലുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ?
നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുന്നുണ്ട്, അല്ലെങ്കിൽ അടിപിടി കൂടുന്നുണ്ട്, മൃഗങ്ങളെ പോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, മൃഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മൃഗങ്ങളെ പോലെയാണോ നമ്മൾ ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ക്യൂ നിൽക്കും അല്ലേ? ആനിമൽസ് പോലെ ക്യൂ നിൽക്കുമോ? ട്രെയിനിങ് കൊടുത്താൽ ചിലപ്പോൾ ചില ആനിമൽസ് ഒക്കെ ചെയ്യുമായിരിക്കും. സാധാരണഗതിയിൽ അങ്ങനെ ക്യൂ നിൽക്കുമോ? ഇല്ല. നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം തോന്നുന്നു ഉടനെ പോയി അടിക്കുമോ? ഇല്ല. നമ്മളൊന്ന് നോക്കിയിട്ട് അല്ലേ, നമ്മൾ സേഫാണോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് മറ്റു മാർഗ്ഗം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ സംസാരിച്ചൊക്കെ നോക്കല്ലേ, ദേഷ്യം എടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഇച്ചിരി അഗ്രസീവൊക്കെ ആവുന്നത് അല്ലേ. അതിനർത്ഥം എന്താണ്? നമ്മുടെ എല്ലാ രീതിയിലുള്ള വികാരങ്ങളും ഇമോഷൻസും ഇൻസ്റ്റിങ്ക്റ്റുകളൊക്കെ ഡെവലപ്പ് അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്, മറ്റ് ജീവികളെ പോലെയല്ല അല്ലേ. സോ സെക്ഷുവാലിറ്റിയിലും ഇത് ബാധകമാണ്. മനുഷ്യനിലും മറ്റ് മൃഗങ്ങളെ പോലെയുള്ള സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റുകളുണ്ട്, സെക്ഷൽ ബിഹേവിയർ ഉണ്ട്. പക്ഷേ ആനിമൽസിനെ പോലെയല്ല, നമ്മളത് ഒരുപാട് മോഡിഫൈ ചെയ്തിട്ടാണ്, സോഷ്യലി അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് സെക്ഷൽ ബിഹേവിയർ ആണെങ്കിലും നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ അക്സെപ്റ്റബിൾ ആയിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത് അല്ലേ. അത് മ്യൂച്വൽ ആയിട്ടുള്ള എല്ലാവർക്കും ഗുണപരമായ രീതിയിൽ മാറാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നത്. സോ അതുകൂടാതെ തന്നെ മനുഷ്യനിലെ ലൈംഗികത എന്ന് പറയുന്നത് വെറും ശാരീരികമായിട്ടുള്ള അവസ്ഥ മാത്രമല്ല, പിന്നെയോ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. നമുക്ക് മാനസികമായിട്ടുള്ള തലങ്ങളുണ്ട്, അതിനകത്ത് സോഷ്യലായിട്ടുള്ള തലങ്ങളുണ്ട്, കൾച്ചറലായിട്ടുള്ള തലങ്ങളുണ്ട്, ഈവൻ പൊളിറ്റിക്കലായിട്ടുള്ള തലങ്ങൾ കൂടെയുണ്ട്. സോ അത് വെറും ശാരീരികമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സോ ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആനിമൽസൊക്കെ ഇത് പഠിച്ചിട്ടാണോ സെക്സ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി അറിയാം. മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി അറിയില്ല. എന്താ വ്യത്യാസം? ഇത്രയും ബുദ്ധിയുള്ള ആളല്ലേ? ഓക്കെ, ശരി. സോ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്കറിയാം. പക്ഷേ നമ്മളിത് പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായി ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ ഫോളോ ചെയ്യാൻ പറ്റുമോ അല്ലേ. ഫോർ എക്സാമ്പിൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസികൾ, സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ, ഇതൊക്കെ സെക്സുമായി ബന്ധപ്പെട്ട് വരുന്ന സോഷ്യൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. സോ ഇത് പ്രോപ്പറായി ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ വരുന്ന സെക്ഷൽ ആയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഇതിൻ്റെ അറിവ് കൂടെ അത്യാവശ്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഏതാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ലേ. അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കത് നമ്മുടെ ശരീരത്തിന് ഗുണപരമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇത് ലൈംഗികതയ്ക്കും ബാധകമാണ്. ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസ് നമ്മൾ അറിയണം. അത് പല രീതിയിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക്, ഫോർ എക്സാമ്പിൾ സെക്സിലൂടെ പകരുന്ന പല രോഗങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ മാത്രം. ഇപ്പോൾ HIV AIDS കുറിച്ച് കേട്ടിട്ടില്ലേ? അത് പല രീതിയിൽ പകരുന്നുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ പകരുന്നുണ്ട്. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴിയൊക്കെ അത് പകരാനുള്ള സാധ്യതയുണ്ട്. സോ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ ഉണ്ടാകും. സോ സെക്സ് എഡ്യൂക്കേഷൻ നെസസറി ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മുടെ സ്കൂളിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ ക്ലാസ്സുകളിലുണ്ടോ? ഇല്ല. ഇപ്പോഴൊക്കെയാണ് അത് വേണമെന്നുള്ളൊരു മുറവിളി വരുന്നത്. പക്ഷെ അതിനെതിരെ പലരും പറയുന്നുണ്ട് അല്ലേ, ഇതൊന്നും സ്കൂൾ പഠിപ്പിക്കേണ്ട കാര്യമല്ല, ഇത് കുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോളും, അല്ലെങ്കിൽ ഞങ്ങൾ മതസ്ഥാപനങ്ങൾ ഇത് പഠിപ്പിച്ചോളും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇത് പഠിപ്പിച്ചോളും. ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നയങ്ങളുമായിട്ട് ഒരുപാട് പേരും മുന്നോട്ട് പോകും. സ്കൂളുകൾ ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇതെന്തോ ഒരു പ്രശ്നമുള്ള ലൈംഗികതയെക്കുറിച്ച് പറയുന്നത് ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ അത് അഡൽട്സിൻ്റെ കാര്യമാണ്, വലിയ ആളുകളുടെ കാര്യമാണ് ലൈംഗികത, കുട്ടികൾ ഇതിനെക്കുറിച്ചൊന്നും കേൾക്കാനേ പാടില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാനേ പാടില്ല എന്നൊരു നിലപാടാണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ സമൂഹം പുലർത്തിക്കൊണ്ടു പോരുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കും. തെറ്റായ രീതിയിൽ മുതിർന്ന ചേട്ടന്മാരിൽ നിന്നോ, അല്ലെങ്കിൽ അവർ പരസ്പരം ചർച്ച ചെയ്തിട്ടോ, അല്ലെങ്കിൽ വേറെ എവിടുന്നേലും സിനിമകളിൽ നിന്നൊക്കെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും, അതായിരിക്കും അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത്. സോ അത് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള നിലപാടാണ്. പ്രോപ്പറായിട്ട് നമ്മളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? നിനക്കഥ അറിയാലോ അല്ലേ? അപ്പോൾ അതിൽ ആ നായകൻ്റെ പ്രശ്നം എന്താണ്? അവൻ അറിയില്ല സെക്ഷൽ. അവൻ വലിയ ആളൊക്കെയാണ്, പ്രായപൂർത്തിയായിട്ടുള്ള ആളാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ ലൈംഗികതയെക്കുറിച്ച് അടിസ്ഥാന കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവനെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ സമൂഹം അവനെ കൃത്യമായി ശാസ്ത്രീയമായി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ വ്യക്തി അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതാണ്. അതിൻ്റെ ഒരു തമാശ രൂപത്തിലാണ് ആ സിനിമ, അല്ലെങ്കിൽ അതിന് സീരിയസ് ആയിട്ടുള്ള വശം കൂടെ ഉണ്ട്, എങ്കിലും തമാശ രൂപത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് മിസ്കൺസെപ്ഷൻ നമുക്കുണ്ട്. എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മെനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈംഗിക
ബന്ധങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൂടാതെ തന്നെ മോറൽ പോലീസിങ് അത് വലിയ പ്രശ്നമാണ് അല്ലേ. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയലേഖനം പിടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ വലിയ ബഹളമാക്കും. പെൺകുട്ടികളുടെ ആൺകുട്ടികളാണെങ്കിലും ഇത് ടീച്ചേഴ്സിനെ അറിയിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ വെച്ച് എന്തെങ്കിലും പ്രണയലേഖനം അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് ഒരുമിച്ചിരുന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് തമാശ പറയുകയോ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഇത് വലിയ പ്രശ്നമാക്കുമ്പോൾ അവരെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു, HM വിളിപ്പിക്കുന്നു, അല്ലെങ്കിൽ പാരൻസിനെ കൊണ്ടുവരാൻ പറയുന്നു. ഇത്തരത്തിലൊരു മോറൽ പോലീസിങ്, തെറ്റായ രീതിയിലുള്ള ഒരു പോലീസിങ് സിസ്റ്റം, സദാചാര ഒരു വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വീട്ടിലുണ്ട്, പുറത്തിറങ്ങിയാലും ഉണ്ട്, സ്കൂളിലുണ്ട്, ടീച്ചേഴ്സിനിടയിലുണ്ട്. അവരൊക്കെ ഇതിനെന്തോ ഒരു മാറ്റി നിർത്തേണ്ട, പ്രണയം അല്ലെങ്കിൽ സെക്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്നും മാറ്റി നിർത്തേണ്ട എന്തോ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സോ ആ ഒരു മോറൽ പോലീസിങ്ങിൻ്റെ ഒരു പ്രശ്നവും നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ നമുക്ക് കുറച്ച് ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ബയോളജി, നമ്മുടെ ശരീരം, ആൺകുട്ടികളുടെ ശാരീരികവും പെൺകുട്ടികളുടെ ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ, ഓർഗൻസ് എന്താണ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ പറയുന്നത്. സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളെല്ലാം മനുഷ്യരാണ് അല്ലേ, പക്ഷേ ആൺ പെൺ വ്യത്യാസമുണ്ട് അല്ലേ. ശാരീരികമായി തന്നെ പുറമേ നിന്ന് തന്നെ നമുക്ക് പ്രായപൂർത്തിയാവുന്നതോടുകൂടി ആൺ പെൺ വ്യത്യാസങ്ങൾ വളരെ പ്രകടമായിട്ട് കാണും. അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ മെയിൽ ഫീമെയിൽ ആയിട്ട് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയാൻ പറ്റില്ല, സെക്സ് ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത് അല്ലേ. ഇത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇത് മാമൽസിലും അല്ലെങ്കിൽ മറ്റ് ആനിമൽസിലൊക്കെ ഈ സെക്ഷൽ ഡൈമോർഫിസം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്താണ് സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത്? പ്രൈമറി സെക്സ് ഓർഗൻസ് ഏതാണ്? മെയിലിൽ ഏതാണ് പ്രൈമറി സെക്സ് ഓർഗൻ? ടെസ്റ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ ഫോട്ടോയിലേക്ക് വരാം. ഇത് നിങ്ങൾ ഈ സൈഡ് കാണുന്നത് ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗനും അനുബന്ധമായിട്ടുള്ള ഓർഗൻസുമാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് മെയിൽ സെക്സ് ഓർഗനും അല്ലെങ്കിൽ പ്രൈമറി സെക്സ് ഓർഗനും അനുബന്ധമായിട്ട് കാണുന്ന ഓർഗൻസുമാണ്. എന്താണ് വ്യത്യാസം? എന്താണ്? മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ് അല്ലേ. നിങ്ങൾ പുറമേ കാണുന്നതാണ് പീനിസ് എന്ന് പറയുന്നതാണ് നമ്മൾ പുറമേ കാണുന്ന ഭാഗം. അതാണ് സെക്സ് ഓർഗൻ, പ്രൈമറി സെക്സ് ഓർഗൻ എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ടാവും. അതല്ല പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ടെസ്റ്റിസ് എന്ന് പറയുന്ന നമ്മുടെ വൃഷണസഞ്ചി എന്ന് പറയും അല്ലേ, സ്ക്രോട്ടം എന്ന് പറയും. ആ സ്ക്രോട്ടത്തിനകത്താണ് ടെസ്റ്റിസ് ഉള്ളത്. ശരീരത്തിന് പുറത്താണ് സ്ക്രോട്ടം ഉള്ളത്, അതിനകത്താണ് ടെസ്റ്റിസ് ഉള്ളത്. ഈ ടെസ്റ്റിസിൻ്റെ ജോലി എന്താണ്? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുക. വെരി ഗുഡ്. ആ സ്പേമാണ് ഗാമേറ്റ് അല്ലെങ്കിൽ സെക്സ് സെൽ എന്ന് പറയുന്നത് അല്ലേ. ലൈംഗിക കോശം എന്ന് പറയുന്നത് സ്പേമാണ് അല്ലേ. ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന, ലൈംഗിക കോശം പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവം ഏതാണോ അതാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. സോ ആണുങ്ങളിൽ പ്രൈമറി സെക്സ് ഓർഗൻ ഏതാണ്? ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ ടെസ്റ്റിസ് നമ്മൾ ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ ടെസ്റ്റസ് എന്ന് പറയും. TESTES എന്ന് പറയും, പ്ലൂറൽ. സിംഗുലറാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിസ് ഇന്നും ഒരു കുറേ കുഴലുകൾ വരുന്നതാണ്. ഒരു കുഴൽ വരുന്നതാണ്ടാ, ട്യൂബുകൾ ഇങ്ങനെ വരുന്നതാണ്ടാ. ആ ട്യൂബ് എവിടേക്കാണ് വരുന്നത്? പീനിസിലേക്ക് അല്ലേ. പീനിസിലേക്കാണ് ആ ട്യൂബ് വരുന്നത്. ആ പീനിസാണ് നമ്മുടെ എക്സ്റ്റേണലി നമ്മൾക്ക് കാണുന്ന മറ്റൊരു അവയവം എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിസിൽ സ്പേംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ആ ട്യൂബുകളിലൊക്കെ എപ്പിഡിഡേമിസ് എന്നൊക്കെ പറയുന്ന, അതിന് ഒരുപാട് വാക്കുകൾ ഞാൻ പറയുന്നില്ല, ആ ട്യൂബ് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്നിട്ട് അത് പതുക്കെ ആ ട്യൂബ് വഴി എങ്ങോട്ടെത്തുന്നു? പീനിസിലേക്ക്. പീനിസ് എന്ന് പറയുന്ന ടെസ്റ്റിസിലുണ്ടാവുന്ന സ്പേമിനെ പുറത്തേക്ക് എജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓർഗൻ മാത്രമാണ് പീനിസ് എന്ന് പറയുന്നത്. ലൈംഗിക അവയവം എന്ന് പറയുന്നത് ടെസ്റ്റിസാണ് അടിസ്ഥാനപരമായിട്ട്. ട്യൂബ് വരുന്ന വഴി കണ്ട, ഇവിടെ കുറേ ഗ്ലാൻഡുകൾ കണ്ട, കുറേ ട്യൂബുകൾ ആ മെയിൻ ട്യൂബിലേക്ക് വരുന്നത് കണ്ട, അതാണ് ഗ്ലാൻഡുകൾ. ഈ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മുടെ സ്പേം മാത്രമായിട്ടല്ല വരുന്നത്, അതിനകത്ത് ഒരുപാട് സെക്രീഷൻസും ഉണ്ട് അല്ലേ. ആ സ്പേമിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവനുള്ളൊരു കോശമാണ് സ്പേം എന്ന് പറയുന്നത്. അതിനെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനും അതിന് ചലിക്കാൻ ആവശ്യമായിട്ടുള്ള മീഡിയം ഒക്കെ ആയിട്ട് ഒരുപാട് സെക്രീഷൻസ് അതിനേക്ക് സ്രവിക്കപ്പെടുന്നുണ്ട്. അതെല്ലാം കൂടെയാണ് പുറത്തോട്ട് വരുന്നത്. അതിനെ നമ്മൾ എന്താണ് പറയുക? സെമൻ എന്ന് പറയും, അല്ലെങ്കിൽ ശുക്ലം എന്ന് മലയാളത്തിൽ പറയാം. വെള്ള ഒരു ദ്രാവകമാണ് സെമൻ അല്ലെങ്കിൽ ശുക്ലം എന്ന് പറയുന്നത്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് മെയിൽ സെക്സ് ഓർഗനുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫീമെയിൽ സെക്സ് ഓർഗനുമായി ബന്ധപ്പെട്ട് എന്താ വരുന്നത്? അതിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ ഏതാണ്? ഇപ്പോൾ മെയിൽസിൽ സ്പേം എന്ന് പറയുന്ന പോലെ ഫീമെയിൽസിലെ സെക്സ് സെൽ ഏതാണ്? ലൈംഗിക കോശം ഏതാണ്? ഓവം എന്ന് പറയും അല്ലേ. ഓവം എവിടെയാണ് ഉണ്ടാകുന്നത്?
ഓവറി എന്ന് പറയുന്ന ഇതൊക്കെ നമ്മുടെ പെൽവിസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് അകത്താണ് കേട്ടോ ഈ സംഭവമൊക്കെ കിടക്കുന്നത്. ഓവറിയിലാണ് ഓവം ഉണ്ടാകുന്നത്. ഈ ഓവറിയിൽ നിന്നും ഈ ട്യൂബ് വഴി, അവിടെ ഒരു ട്യൂബുണ്ട്, ഫെല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറയും, ആ ട്യൂബ് വഴി യൂട്രസ് എന്ന് പറയുന്ന നമ്മുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ അതിൻ്റെ നോർമലി അതാണ് അതിൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെയുള്ള ഭാഗമാണ് സെർവിക്സും, അല്ലെങ്കിൽ പുറത്തോട്ട് വരുന്ന ഭാഗമാണ് വജൈന എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇതാണ് ഫീമെയിൽ സെക്സ് പ്രൈമറി സെക്സ് ഓർഗൻ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ യൂട്രസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഗർഭപാത്രം എന്താണ്? ഗർഭപാത്രം നമ്മളെല്ലാവരും വന്നിട്ടുള്ള ഇവിടുന്ന് ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ആളുകളല്ലേ. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഒരു ഫീറ്റസ് അല്ലെങ്കിൽ എംബ്രിയോ ഉണ്ടാകുന്ന സമയത്ത് അവിടെയാണ് ആ എംബ്രിയോ വളരുന്നത്. ഈ മെയിൽ സെക്സ് സെല്ലും ഫീമെയിൽ സെക്സ് സെല്ലും ഫ്യൂസ് ചെയ്ത ശേഷം ഒരു എംബ്രിയോ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന ആദ്യ കോശം ഉണ്ടാകുന്നു. ആ കോശം ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ എന്ന് പറയുന്ന ഭ്രൂണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ആ ഭ്രൂണം വളരാനുള്ള അതിൻ്റെ പാത്രമാണ് ഗർഭപാത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഈ ഭ്രൂണം വളരുന്നത്, വലുതാവുന്നത്. ഒരു 9 മാസമൊക്കെ ആവുന്ന സമയത്ത്, അത് അത്യാവശ്യം വലിപ്പമുള്ള കുട്ടിയാവുന്ന സമയത്ത് പ്രസവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ വഴി ആ കുട്ടി പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്യൂബർട്ടി എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട് അല്ലേ. നേരത്തെ പറഞ്ഞ ഈ ഒരു കാലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, നിങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ ഈ സെക്സ് ഓർഗൻസൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളിൽ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ടുണ്ടാവില്ല അല്ലേ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ടുണ്ടാവില്ല. നിങ്ങൾ ഹൈറ്റ് കുറവാണ്, വെയിറ്റ് കുറവാണ് അല്ലേ. നിങ്ങളുടെ മസിൽ മാസൊക്കെ കുറവായിരിക്കും. പെൺകുട്ടികളിലാണെങ്കിലും ചെറിയ രൂപത്തിലായിരിക്കും. നമ്മളിപ്പോൾ അഡൽസിന് ചെറിയ രൂപത്തിൽ കുട്ടി എന്ന് നമ്മൾ പറയുന്നു. ഈ ഒരു കാലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് ശാരീരികമായിട്ട് മാത്രമല്ല വലുതാവുന്നത്, ലൈംഗികമായിട്ടുള്ള അവയവങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറച്ചുകൂടെ ആൺ പെൺ വ്യത്യാസത്തിലേക്ക് നിങ്ങൾ പോകുന്നത് പ്രായപൂർത്തിയാവുന്നതോടുകൂടി കുറച്ചുകൂടെ വ്യത്യാസത്തിലേക്ക് വരും അല്ലേ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക? ഇപ്പോൾ നിങ്ങൾക്ക് മീശയുണ്ടോ? താടി കുറച്ചുകൂടെ വരുന്ന സമയത്ത് പ്രായപൂർത്തിയാവുന്നതോടുകൂടി പതുക്കെ ഹെയർ ഗ്രോത്ത് വരും. ആൺകുട്ടികൾക്കാണെങ്കിൽ മീശ, താടി പോലുള്ള പാറ്റേൺസിലെ ഹെയർ ഗ്രോത്ത് വരും. സ്ത്രീകൾക്കാണെങ്കിൽ ആ ഭാഗത്ത് ഹെയർ ഗ്രോത്ത് വരില്ല. പക്ഷേ പൊതുവേ നമ്മുടെ ആക്സിലറി ഹെയറും പ്യൂബിക് ഹെയറിലൊക്കെ, അതായത് നമ്മുടെ കക്ഷത്തിലും തുടക്കിടയിലുമൊക്കെ ഹെയർ ഗ്രോത്ത്, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാവും. പക്ഷേ ഈ ഒരു പാറ്റേൺ ഫേസിലുള്ള ഫേഷ്യൽ ഹെയർ പാറ്റേൺ ആൺകുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എവിഡൻ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്യൂബർട്ടി എന്ന് പറയുന്ന പ്രതിഭാസം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു 10 വയസ്സിനൊക്കെ ശേഷം നിങ്ങളിൽ പതുക്കെ മാറ്റങ്ങൾ വരുന്നു. നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾക്ക് ഇതിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നു. നിങ്ങളുടെ ആൺകുട്ടികളാണെങ്കിൽ മസിൽ മാസ് കൂടുന്നു, പെൺകുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ ഫാറ്റ്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, ശരീരത്തിനകത്ത് തൊലിക്കടിയിൽ കുറച്ച് ഫാറ്റ് നിക്ഷേപം കൂടുന്നു. നേരത്തെ പറഞ്ഞ ഹെയർ ഗ്രോത്ത് വരുന്നു. ഇതൊക്കെ പ്യൂബർട്ടിയുടെ ലക്ഷണങ്ങളാണ്. എങ്ങനെയാണ് ഈ പ്യൂബർട്ടി ഉണ്ടാകുന്നത്? എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ ചില ഹോർമോണുകൾ സ്രവിക്കപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞ ടെസ്റ്റിസിൽ നിന്നും ഓവറിയിൽ നിന്നൊക്കെ ചില ലൈംഗിക ഹോർമോണുകൾ, സെക്സ് ഹോർമോണുകൾ നമ്മുടെ ബ്ലഡിലേക്ക് സ്രവിക്കപ്പെടുകയാണ്. ആ സെക്സ് ഹോർമോണുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ പറയുന്ന പ്യൂബർട്ടിയിൽ ഓരോ കുട്ടിയിലും മാറ്റങ്ങൾ വരുന്നത് അല്ലേ. ആണുങ്ങളിലുണ്ടാകുന്ന ഹോർമോൺസ് ഏതാണ്? ആണുങ്ങളിലും പെൺകുട്ടികളിലും 2 വ്യത്യസ്ത ഹോർമോണുകളാണ് പ്രധാനമായി ആക്ട് ചെയ്യുന്നത്. ആണുങ്ങളിലുണ്ടാകുന്ന ഹോർമോൺ എന്താ പറയുക? വെരി ഗുഡ്, ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയും. പെൺകുട്ടികളുണ്ടാകുന്ന ഹോർമോൺ എന്താ പറയുക? ഇസ്ട്രോജൻ എന്ന് പറയും അല്ലേ. അപ്പോൾ പ്രധാനമായും ഇത് മെയിൻ ടെസ്റ്റോസ്റ്ററോൺ മെയിൽ പാറ്റേൺ ഓഫ് ഗ്രോത്തിനും ഇസ്ട്രോജൻ ഫീമെയിൽ പാറ്റേൺ ഓഫ് ഗ്രോത്തിനും വേണം. എന്ന് വെച്ചാൽ ആൺകുട്ടികളിൽ ടെസ്റ്റോസ്റ്ററോൺ മാത്രമേ ഉള്ളൂ, പെൺകുട്ടികളിൽ ഇസ്ട്രോജൻ മാത്രമേ ഉള്ളൂ എന്നല്ല അർത്ഥം. 2 പേരിലും ഉണ്ട്. പക്ഷേ മെയിനായിട്ടും ആൺകുട്ടികളിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുതലായിരിക്കും, പെൺകുട്ടികളിൽ ഇസ്ട്രോജൻ്റെ അളവ് കൂടുതലായിരിക്കും. ടോയ്ലറ്റ് പോയിക്കോ. ടോയ്ലറ്റ് ഓക്കെ. പിന്നെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക? ബോഡി ഗ്രോത്ത് നല്ല വ്യത്യാസം വരും അല്ലേ. പെട്ടെന്ന് നമ്മുടെ ശരീരം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഹൈറ്റ് പെട്ടെന്ന് കൂടും, കുറച്ച് വെയിറ്റ് കൂടും, അതർ ഡയമെൻഷൻസ് കൂടും, നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിൽ മാറ്റങ്ങൾ വരും. ആൺകുട്ടികളിലാണെങ്കിൽ കുറച്ചുകൂടെ മസിൽ മാസ് കൂടി വരും അല്ലേ, കുറച്ചുകൂടെ മാസ്കുലൈൻ ആവും. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ആക്ഷൻ കാരണം മാസ്കുലൈൻ. പെൺകുട്ടികളിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഫാറ്റ് സബ്ക്യൂട്ടേനിയസ് ലെവലിൽ കുറച്ച് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി വരും. ശബ്ദത്തിന് മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എത്ര വയസ്സിലാണ് വരും? നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഒരു 13 വയസ്സൊക്കെ 13-14 ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ആൺകുട്ടികളുടെ ശബ്ദത്തിൽ മാറ്റങ്ങൾ വരും അല്ലേ. അത് പെട്ടെന്ന് പാട്ടൊക്കെ പാടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കുറച്ചുകൂടെ ബേസ് വോയിസിലേക്ക് ശബ്ദം വരും അല്ലേ.
പെൺകുട്ടികളാണെങ്കിൽ അതേ ശബ്ദത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതിങ്ങനെ വരുന്ന സമയത്തൊക്കെ കുട്ടികളിൽ ചില കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, എൻ്റെ ശബ്ദത്തിന് എന്തോ പറ്റിയിട്ടുണ്ടാകും, ചിലപ്പോൾ മിണ്ടാതിരിക്കും കുട്ടികൾ അല്ലേ, ശബ്ദത്തിനൊന്ന മാറ്റത്തിൽ കുട്ടികൾ പേടിച്ച് ഒരു ഉത്കണ്ഠയായിട്ട് ഇതെന്തോ പ്രശ്നമാണെന്നൊക്കെ കരുതി, രോഗമാണെന്ന് കരുതി മിണ്ടാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നോർമലായിട്ടുള്ള ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റമാണ് ഡീപ്പനിങ് ഓഫ് വോയിസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഷോൾഡേഴ്സ്, ആൺകുട്ടികളിലാണെങ്കിൽ ഷോൾഡർ കുറച്ച് വൈഡൺ ആവും, പെൺകുട്ടികളിലാണെങ്കിൽ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് നടക്കും, പിന്നെ ഹിപ്പ് കുറച്ചുകൂടെ വൈഡൺ ആവും പെൺകുട്ടികളിൽ. പിന്നെ അതോടൊപ്പം പെൺകുട്ടികൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണ്, പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു മെനാർക്കെ എന്ന് പറയും, പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ആർത്തവം എന്ന് പറയുന്ന ഒരു സൈക്കിള് ആരംഭിക്കുന്നത് ഈ ഒരു പ്യൂബർട്ടിയിലാണ്. അതിലേക്ക് നമുക്ക് വരാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഈ പീരിയഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മളൊക്കെ കേട്ട് കാണും അല്ലേ, പ്രായപൂർത്തിയായ ചേച്ചിമാരിലോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അമ്മമാരിലോ ഒക്കെ പീരിയഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പാഡുകൾ, സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കാണും. അല്ലെങ്കിൽ അമ്പലത്തിൽ കയറാൻ പാടില്ല അല്ലേ, പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറാൻ പാടില്ല. അത് കഴിഞ്ഞ് കുളിച്ച ശേഷം ചില വീടുകളിലൊക്കെ പീരിയഡ്സ് വന്ന സ്ത്രീകളെ മാറ്റി നിർത്തും അല്ലേ, അടുക്കളയിൽ നിന്നൊക്കെ അയിത്തം പറയും. വെരി ഗുഡ്, അയിത്തം പറയും. പിന്നെ 7 ദിവസമൊക്കെ കഴിഞ്ഞ് കുളിച്ച ശേഷമാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ പീരിയഡ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു സമൂഹമാണ്. സോ എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയത എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ ഓവറി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ സ്ത്രീകളിലെ, യൂട്രസിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഓവറിയിൽ നിന്നും കോശങ്ങൾ വരും അല്ലേ. അത് ഓരോ സൈക്കിൾ 28 ദിവസമുള്ള ഒരു സൈക്കിളായിട്ടാണ് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഓരോ 28 ദിവസത്തിലും ഓരോ കോശങ്ങളാണ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഈ ഓവറിയിൽ നിന്ന് ഓവം പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ യൂട്രസ്, നേരത്തെ പറഞ്ഞ ഗർഭപാത്രം എന്തിന് വില്ലിംഗ് ആയിട്ടാണ് വരുന്നത്, ഗർഭധാരണത്തിന് റെഡി ആയിട്ടാണ് ഇരിക്കുക. ഓവത്തിൽ നിന്നും ഓവറിൽ നിന്നും ഓരോ തവണ ഓവം പുറത്തേക്ക് വരുമ്പോഴും യൂട്രസ് എന്താണ് വിചാരിക്കുന്നത്, ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും, ഒരു ഫീറ്റസ് അവിടെ അല്ലെങ്കിൽ ഒരു എംബ്രിയോ അവിടെ ഉണ്ടാവും, അതിനുവേണ്ടി യൂട്രസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിക്നെസ് കൂടും, അതിൽ കൂടുതൽ ബ്ലഡ് വെസൽസ് വരും, അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാ തവണയും ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അൺഫെർട്ടിലൈസേഷൻ നടക്കാത്ത സമയത്ത് ഈ ബ്ലഡ് വെസൽസൊക്കെ സ്വാഭാവികമായിട്ടും ചുരുങ്ങി യൂട്രസ് പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ബ്ലഡ് ഉണ്ടാവും. ആ ബ്ലഡാണ് പീരിയഡ്സ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലേ. സാധാരണഗതിയിൽ ഒരു 5 ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം അല്ലേ. അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ, ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ പല സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നു അല്ലേ. ഇത് വരുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഒരുപാട് പേടിയാണ് അല്ലേ. പലപ്പോഴും ആങ്സൈറ്റി, പലപ്പോഴും ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും ഇത് തുടങ്ങുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് പെൺകുട്ടികൾ എന്താ വിചാരിക്കുന്നത്, പെട്ടെന്നൊരു മാറ്റം വരികയാണ് അല്ലേ, വയറ്റിനകത്ത് അടിവയറ്റിൽ വേദന വരുന്നു, പെട്ടെന്ന് ഇങ്ങനെ ബ്ലീഡ്, അവരുടെ ശരീരത്തിൽ അനുഭവിക്കാത്ത ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് പെട്ടെന്നുണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രോപ്പറായി അറിയാത്ത കുട്ടികൾ സ്വാഭാവികമായിട്ടും പേടിക്കും അല്ലെങ്കിൽ ആങ്ഷ്യസ് ആവും, അവർ ഉത്കണ്ഠ വരുകയാവും. ഇതെങ്ങനെയാണ് ഹൈജീനിക്കായിട്ട്, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഈ പാഡ് ഇവിടുന്നാണ് കിട്ടുന്നത്, പാഡ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടികൾ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രോപ്പറായിട്ട് ഇന്നത്തെ പാരൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുകയും അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ ഹോർമോണിൻ്റെ ഒരു, നേരത്തെ പറഞ്ഞ ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്ന സ്ത്രീകളിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ ഒരു പീരിയഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് അല്ലേ. പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യം, ഇതെപ്പോഴാണ് നിലയ്ക്കുക, ഒരു 10-13 വയസ്സിലൊക്കെ തുടങ്ങിയ ഒരു പീരിയഡ്സ് എല്ലാ മാസവും 28 ദിവസം കൂടുമ്പോൾ ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ വരും. ഒരു 4-5 ദിവസം നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവും. യെസ്, ഏകദേശം ഒരു 45-50 വയസ്സ് വരെ സ്ത്രീകൾക്ക് ഈ ഒരു ആർത്തവ ചക്രം ഉണ്ടാവും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ചില കുട്ടികൾക്ക് പെട്ടെന്ന്, പെൺകുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മൂഡ് ചേഞ്ചുകൾ വരും. ചില കുട്ടികൾക്ക് ഈ ഒരു പീരിയഡ്സ് തുടങ്ങുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുൻപേ ആയിരിക്കും ആ ഒരു മൂഡ് ചേഞ്ച്. വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന കുട്ടികളായിരിക്കും, പെട്ടെന്ന് അവർക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ, ഒരു വിഷമം പോലെ, ദേഷ്യം വരിക, മറ്റും കളികൾ ഏർപ്പെടാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടും, അങ്ങനെ ഒരു മൂഡ് ചേഞ്ച് നടക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട ശാരീരികമായിട്ട് വേദനകൾ വരാം. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷനാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് മിക്ക സ്ത്രീകൾക്കും അല്ലെങ്കിൽ മിക്ക പെൺകുട്ടികൾക്കും ചെറിയ രീതിയിലെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ചില ആളുകൾക്ക് ഇത്
വളരെ ബുദ്ധിമുട്ടായിട്ട് അസഹനീയമായ രീതിയിലുണ്ടാവും. അതിന് നമുക്ക് പ്രീമെച്യൂർ ഡിസ്ഫോറിക് സിൻഡ്രോം എന്നൊക്കെ പറയാം. വാക്ക് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. അതിന് നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്, സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമാണ്. ചിലവർക്ക് നല്ല വേദന ഉണ്ടാവും, വേദന സംഹാരികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിലവർക്ക് അമിതമായ ബ്ലീഡിങ് ഉണ്ടാവും, രക്തം ഒരുപാട് പോകുന്ന സമയത്ത് ശരീരത്തിൽ രക്തത്തിൻ്റെ അംശം കുറയും, അയണിൻ്റെ അംശം കുറയും, അനീമിയ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് പറയണം, അല്ലെ? പാരൻസിൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഹെൽപ്പ്, ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമായി വന്നേക്കാം. ചിലപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന സമയത്ത് അഗൈൻ ആ സ്ട്രെസ്സ് കൂടി വരാറുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നിങ്ങൾക്ക് ടെൻഷനോ പേടികളോ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾ പറയണം. പിന്നെ ഹൈജീനുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്നത്, പണ്ടൊക്കെ നമ്മൾ ട്രഡീഷണലായിട്ട് സാനിറ്ററി നാപ്കിൻസാണ് യൂസ് ചെയ്തിരുന്നത്, അല്ലേ? ഓരോ ദിവസവും നമുക്ക് 2-3 ബ്ലഡ് അബ്സോർബ് ചെയ്യാനുള്ള നാപ്കിൻസ് വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ അത് ഡിസ്പോസ് ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് കുറച്ചുകൂടെ മിനിസ്ട്രൽ കപ്സൊക്കെ അവൈലബിൾ ആണ്. അത് പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വജൈനയ്ക്കകത്ത് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആ ബ്ലഡ് മൊത്തം ഈ കപ്പിൽ അബ്സോർബ് ആവും. നമുക്ക് ഡെയിലി വൺസൊക്കെ അത് ഡിസ്പോസ് ചെയ്താൽ മതി. ആ കപ്പ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കത് സാനിറ്റൈസ് ചെയ്ത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്പോസ് ചെയ്യേണ്ട, വളരെ കാലം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ചിങ് ആവശ്യമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മിസ്റ്റർ കപ്സ് ഇന്ന് അവൈലബിൾ ആണ്. കൗമാര കാലഘട്ടത്തിൽ ഈ പ്യുബർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന മാനസികമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരും. അതുകൂടെ ഒന്ന് നമുക്ക് സൂചിപ്പിക്കാം. തലച്ചോറിൽ എന്ത് മാറ്റമാണ് വരുന്നത്? മനുഷ്യൻ്റെ തലച്ചോറ് നേരത്തെ നോയിൽ പറഞ്ഞ രീതിയിൽ മറ്റ് ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വലിയൊരു തലച്ചോറുണ്ട്, അല്ലേ? കോർട്ടെക്സ് എന്ന് പറയുന്ന വലിയൊരു ഭാഗമുണ്ട്. തലച്ചോറിൻ്റെ മുൻഭാഗം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയുടെ പിറകിൽ വരുന്ന കാര്യം, ആ ഭാഗത്താണ് കൂടുതലായിട്ടും നമ്മുടെ ബുദ്ധി. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മറ്റു ജീവികളെ അപേക്ഷിച്ച് ബുദ്ധി എന്ന് നമ്മൾ പറയും, അല്ലേ? ബൗദ്ധികമായിട്ടുള്ള നമ്മുടെ ശേഷികൾ, ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കഴിവ്, ഇതെല്ലാം പ്രധാനമായിട്ട് ഇരിക്കുന്നത് ഈ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലാണ്. ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ വരും, അല്ലെ? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ആ സമയത്തേക്ക് നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറും, നമ്മൾ കളിക്കുന്ന കളികൾ മാറും, നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ മാറും, നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ മാറും, കുറച്ചുകൂടെ ഇരുത്തം വന്ന ചിന്തകളിലേക്കൊക്കെ നമ്മൾ മാറും. അപ്പോൾ നമ്മുടെ കൊഗ്നീറ്റീവായിട്ട്, ചിന്താപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ കോർട്ടെക്സിൽ വരുന്ന മാറ്റങ്ങളാണ്, അല്ലേ? ഈ സമയത്ത് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില കുട്ടികൾക്കെങ്കിലും ആറ്റിറ്റ്യൂഡിൽ പുതിയ സ്കില്ലുകൾ പഠിക്കാനൊക്കെ ഈ ഒരു കൗമാര കാലഘട്ടം വളരെ ഉപകാരപ്രദമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് ഫിക്സ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്യാരക്ടറിൻ്റെ നമ്മുടെ സ്വഭാവ സവിശേഷതകളുടെ ആകെത്തുകയാണ് നമ്മുടെ പേഴ്സണാലിറ്റി, അല്ലേ? ഓരോ വ്യക്തികൾക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. പക്ഷേ കുട്ടികളായിരിക്കുന്ന സമയത്ത് ആ പേഴ്സണാലിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അത് ഫിക്സ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു കൗമാര കാലഘട്ടത്തിലാണ്. സോ നിങ്ങളുടെയൊക്കെ പേഴ്സണാലിറ്റീസ് ഫിക്സ് ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരും വർഷങ്ങൾ. ആ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഒരു 10-18 വയസ്സ് 20 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വം ഏകദേശം പൂർണ്ണമായി, പിന്നെ നിങ്ങൾ ജീവിക്കുന്നത് ഏകദേശം ആ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലേ? സോ ഈ ഒരു കാലഘട്ടം നല്ല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ചേച്ചി, ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്നും കുറച്ച് നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും? സൊസൈറ്റിയിലേക്ക് ഇങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് പടരുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് പോകാൻ കഴിയും. അതായത് സമൂഹത്തിലേക്ക് അറിയപ്പെടാനും സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലുണ്ടാവും, അല്ലേ? അപ്പോൾ അതിനുള്ള വേദി കൂടിയാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ക്യാമ്പുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ ഈ ഒരു സോഷ്യലൈസേഷൻ്റെ ഒരു ഡയമെൻഷനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയെ അല്ലെങ്കിൽ അമ്മക്കുട്ടി അച്ഛക്കുട്ടിയായിരുന്ന കുട്ടികൾ പതുക്കെ മാറിയിട്ട് സൊസൈറ്റിയിലേക്ക് ഇങ്ങനെ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും. പല പാരൻസും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഇതുവരെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, അമ്മ പറയും എൻ്റെ അടുത്ത് കിടന്നേ അവൻ ഉറങ്ങുള്ളൂ, അവനെ എല്ലാം എന്നോട് തുറന്നു പറയും, ഞാൻ വാരിക്കൊടുത്താലേ അവൻ ഭക്ഷണം കഴിക്കുള്ളൂ, ഇപ്പോൾ ഒന്നും വേണ്ട ഡോക്ടറെ, അവൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല, ഞാൻ അടുത്ത് കിടക്കുന്നവന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവൻ എന്നോടൊന്നും തുറന്നു പറയുന്നില്ല, ഞാൻ അടുത്തിരുന്നാൽ തന്നെ അവൻ മാറിപ്പോകുന്നു. അത് ഞാൻ പറയും, ഇറ്റ്സ് എ നോർമൽ തിങ്, അല്ലേ? കുട്ടികളിൽ സംഭവിക്കുന്ന, കൗമാര കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചേഞ്ചുകളാണ്. അച്ഛനമ്മ എന്നൊക്കെ പറയുന്ന അറ്റാച്ച്മെൻറ്റിൽ നിന്ന് പതുക്കെ അവർ മാറി അവർ കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. സോ അത് നോർമലായിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 1-2 കാര്യങ്ങളുടെ നമ്മുടെ സെക്ഷൽ, നേരത്തെ പറഞ്ഞ നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ
പേഴ്സണാലിറ്റി ഫിക്സ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്താണ് സെക്ഷൽ ഐഡൻറ്റിറ്റി? ലൈംഗിക അസ്തിത്വം എന്നൊക്കെ പറയുന്ന കാര്യം എന്താണത്? നമ്മൾ ആൺ പെൺ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ പറയും. ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഞാൻ ആൺകുട്ടിയാണോ അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് അതിൽ ഒരു ഒരു ഐഡൻറ്റിറ്റി എത്തിപ്പിടിക്കാൻ പലപ്പോഴും പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാം. അത് നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളാണ്. അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ശരീരത്തിനകത്ത് ഒരു കുട്ടിക്ക് ഞാൻ പെൺകുട്ടിയാണ് എന്ന് ഉള്ളൊരു ധാരണ വരാം. അല്ലെങ്കിൽ പെൺകുട്ടികളെ പോലെ പെൺകുട്ടിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി വരാം. അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് തന്നെ ആൺകുട്ടിയാവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ സാധ്യമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനൊരു സംഭവം? ഇങ്ങനെ എന്താ നമ്മളിവിടെ ട്രാൻസ്ജെൻഡേഴ്സ്, വെരി ഗുഡ്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയും അല്ലേ. അത് നോർമലാണോ? ആണോ? ആണെന്ന് പറയുന്നു. അല്ല എന്ന് പറയുന്നവരുണ്ടോ? ആണോ അല്ലയോ? നോർമൽ അല്ല. ഓക്കെ, അത് അസുഖമാണോ? അസുഖമല്ല, പക്ഷെ നോർമലല്ല. അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ എന്താ ചെയ്യുക? നോർമലാക്കി എടുക്കണോ? സോ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ആൺകുട്ടിയുടെ ശരീരത്തിൽ ആൺകുട്ടിയായിട്ട് ജീവിക്കുന്നു, പെൺകുട്ടിയുടെ ശരീരത്തിൽ പെൺകുട്ടിയായിട്ട്. ഇത് ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അത് നോർമലാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ന്യൂനപക്ഷങ്ങളും ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിലൊക്കെ സംഭവിക്കുന്നത്. ശരീരം ആൺകുട്ടിയുടെ ആണെങ്കിൽ അവൻ്റെ മനസ്സുകൊണ്ട് അവൻ പെൺകുട്ടിയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. സോ അവരെ പോലെ ഡ്രസ്സ് ചെയ്യുക, അവരുടെ കൂട്ടത്തിൽ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ പോവുക, അവരെ പോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. തിരിച്ചാണെങ്കിലും അങ്ങനെ സംഭവിക്കാം. അത് പെർഫെക്റ്റ്ലി നോർമലായിട്ടാണ് ഇന്ന് ആധുനിക ശാസ്ത്രം കണക്കാക്കുന്നത്. അതൊരു പ്രശ്നമായിട്ടോ രോഗമായിട്ടോ കറക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമായിട്ടോ അല്ല പറയുന്നത്. പറഞ്ഞു ചോദിച്ചു. ഒരാള് ഗേൾ ആണെന്ന് പറയുന്നു, മനസ്സിലായി. ബോയ് ആണ്, പക്ഷെ അവൻ ഗേൾ ആണെന്ന് സ്വയം ധരിക്കുന്നു. ഹി ക്യാൻ യൂസ്. അതല്ല, നമ്മൾ തമാശയ്ക്ക് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടല്ല പറയുന്നത്. അല്ല, മനസ്സിലായി. നമ്മൾ തമാശയ്ക്ക് അല്ല, സീരിയസ് ആയിട്ടൊരു കുട്ടിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ, അവൻ അങ്ങനെ അവൻ ആൺകുട്ടിയുടെ ഡ്രസ്സ് ഇടുന്നതിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? തെറ്റില്ല, അങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ ഇടാൻ പറ്റും. എന്താ പ്രശ്നം? സ്കൂളിൽ സമ്മതിക്കില്ലേ? സോ നമ്മൾ ഇത്തരത്തിലുള്ള ആൺപെൺ വ്യത്യാസങ്ങൾ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ചുകൊണ്ട് വരികയാണ്. ട്രഡീഷണലി നമ്മൾ ആൺകുട്ടികൾ ഇതേ ഇടാവൂ, പെൺകുട്ടി. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോൾ പാൻറ് ഇടുന്ന പെൺകുട്ടി ഒരു പ്രശ്നവുമില്ല. പണ്ടൊക്കെ ആൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സാണ് പാൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇടുന്നതാണ് ടീഷർട്ട് എന്ന് പറയും. ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ട് ആൺപെൺ ഒരു ന്യൂട്രൽ ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പ്രത്യേക ഡ്രസ്സ് ആവശ്യമുണ്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും? പിന്നെന്തിനാണ് പ്രശ്നം? ഏത് വേണമെങ്കിൽ ഇടാം അല്ലേ. സോ നമ്മുടെ ചോയ്സാണത്. ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു ഡ്രസ്സിൽ ഡിസ്കംഫർട്ട് ആണെങ്കിൽ അവന് ആൾവേസ് അടുത്ത ഏത് ഡ്രസ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ പലപ്പോഴും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഇതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ മതചിന്തകളൊക്കെ പറയുന്നത് ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന പ്രശ്നമുള്ള ആളുകളാണ്, അത് നോർമലായിട്ട് കണക്കാക്കാൻ പാടില്ല, അവർക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പാപത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ജനിച്ച ആളുകളാണ്, അല്ലെങ്കിൽ അവരെ ചികിത്സിക്കണം, അവരെ മാനസിക രോഗം പോലെ ചികിത്സിച്ചുകൊണ്ട് അവരെ മാറ്റിയെടുക്കണം എന്ന് പറയുന്ന ആളുകൾ. അതൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള പ്രവണതകളാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അവർക്കും എല്ലാവരെയും പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ലൈംഗിക ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശങ്ങൾ ഇന്ന് നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും കൊടുക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സമൂഹം പൊതുവെ അവരെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് അല്ലേ. അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുക, അല്ലെങ്കിൽ അവരെ എന്താ പറയുക കളിയാക്കുക, അല്ലെങ്കിൽ അവരെ ജീവിതത്തിൻ്റെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരാൻ സമ്മതിക്കാതിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളവരെ ചേർത്തു. അത്തരത്തിലുള്ള ആളുകളാണെങ്കിലും അവരും നമ്മുടെ കൂട്ടമായിട്ട് തന്നെ ഒരുമിച്ച് നിർത്തണം. ഒരുപക്ഷെ അവർക്ക് കൂടുതൽ സപ്പോർട്ട്, കൂടുതൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. സെക്ഷൽ ഓറിയൻറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സാധാരണഗതിയിൽ ആൺകുട്ടികൾക്ക് ലൈംഗിക അട്രാക്ഷൻ തോന്നുക ആരോടാ? ഗേൾസിൻ്റെ അടുത്ത്. ഗേൾസിനാണെങ്കിൽ ബോയ്സിൻ്റെ അടുത്തും അല്ലേ. അങ്ങനെ അല്ലാതെ സംഭവിക്കുമോ? ബോയ്സിനോട് തോന്നാം, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് തോന്നാം. അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ആൺകുട്ടിയോടും പെൺകുട്ടിയോടും താല്പര്യം തോന്നാം, പെൺകുട്ടിക്ക് പെൺകുട്ടിയോടും ആൺകുട്ടിയോടും താല്പര്യം തോന്നാം അല്ലേ. പക്ഷേ നമ്മൾ ബഹുഭൂരിപക്ഷം എങ്ങനെയാണ് ആദ്യം പറഞ്ഞ രീതിയിൽ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ മെയിൽ അല്ലേ. അങ്ങനെ അല്ലാത്ത ന്യൂനപക്ഷങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താ വിളിക്കുക? ഗേ. മെയിൽ ആൺകുട്ടിക്ക് ആൺകുട്ടികളോട് തോന്നുകയാണെങ്കിൽ ഗേ എന്ന് പറയും, ലെസ്ബിയൻസ് എന്ന് പറയും. വേറെ അങ്ങനെ കുറേ ടേംസ് അവിടെയുണ്ട്. ബൈസെക്ഷൽ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്,
ആൺകുട്ടികളോടും അതായത് ആണിനോടും പെണ്ണിനോടും താല്പര്യം തോന്നുന്ന ആളുകൾ. ബൈസെക്ഷൽ എന്ന് പറയും. അസെക്ഷൽ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. എന്താണ്? ഒന്നിനോടും താല്പര്യമില്ല. സെക്ഷൽ ഓറിയൻറ്റേഷനകത്ത് ഒന്നിനോടും പ്രത്യേകിച്ച് താല്പര്യം തോന്നാത്ത ആളുകൾ. അതൊക്കെ നമ്മൾ ആ ഒരു സ്പെക്ട്രമായിട്ട്. സംശയമുണ്ടോ? ഇതൊക്കെ ലൈംഗിക ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്ത് ലിംഗമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത്, എൻ്റെ മസ്തിഷ്ക സവിശേഷതയുമായി ബന്ധപ്പെട്ടതാണ്, എൻ്റെ ശാരീരിക സവിശേഷതകൾ ഉപരിയായിട്ട്. സോ അവിടെയാണ് ആ ലൈംഗിക ഐഡൻറ്റിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൽ ഓറിയൻറ്റേഷനുമായി ബന്ധപ്പെട്ടും ഇതുപോലെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ പ്രശ്നക്കാരായിട്ട് കാണുന്നുണ്ട്. അവർക്കും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള സോഷ്യലായിട്ട് നോർമലായിട്ട് തന്നെ ജീവിക്കാനും അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശങ്ങളുണ്ട്. പക്ഷെ അത് ലൈംഗിക അതിക്രമങ്ങളാവരുത്, അത് വ്യത്യാസമുണ്ട്. ലൈംഗിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ നിയമങ്ങളാണെങ്കിലും രാജ്യത്തിൻ്റെ ഭരണഘടനയാണെങ്കിലും അതിന് അവകാശം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചോദിച്ചോ. ആനിമൽസിന് സംഭവിക്കാറുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആനിമൽസിന് ഈ പറയുന്ന രീതിയിലുള്ള ഐഡൻറ്റിറ്റി ക്രൈസിസും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സെക്ഷൽ ഓറിയൻറ്റേഷനിലും മാറ്റങ്ങൾ ആനിമൽസിൻ്റെ ഇടയിലും ഉണ്ട്. അതിന് ഒരുപക്ഷെ നിങ്ങളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയും, ഉണ്ടാവും. ഈ കുട്ടികളുണ്ടാകുക മാത്രമാണോ നമ്മുടെ ലൈംഗികതയുടെ ഉദ്ദേശം? കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ പ്രധാനമായും നമുക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് ലൈംഗികതയിൽ ഏർപ്പെടുന്നുണ്ട്. സോ കുട്ടികളുണ്ടാവുന്ന ഒരു കാര്യം എന്തായാലും നടക്കില്ല, അല്ലേ? ഹോമോസെക്ഷുവാലിറ്റി നമ്മൾ പറയുന്ന സെയിം സെക്സുമായിട്ട് ലൈംഗികബന്ധം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ലൈംഗികതയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. എവല്യൂഷൻ ടേംസിൽ മോർ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. സോ എവല്യൂഷൻ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എവല്യൂഷൻ പറയുന്നത് റീപ്രൊഡക്ഷൻ മാത്രം അങ്ങനെയല്ല പറയുന്നത്. അല്ല എവല്യൂഷൻ പറയുന്നത് അങ്ങനെയല്ല, റീപ്രൊഡക്ഷന് വേണ്ടി മാത്രം എന്ന് എവല്യൂഷനിൽ പറയുന്നില്ല. സോ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഈ പറയുന്ന സെക്ഷൽ ഐഡൻറ്റിറ്റിയും സെക്ഷൽ ഓറിയൻറ്റേഷനും ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആൺ പെണ്ണെന്ന് പറയുന്ന രണ്ട് ബൈനറി മാത്രമല്ല ഉള്ളത്, അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മ്യൂച്വലി തോന്നുന്ന അട്രാക്ഷൻ മാത്രമല്ല, അതിനിടയിലുള്ള ഒരുപാട് മാനസികാവസ്ഥയിലുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വയ്ക്കുക. അവരോട് നോർമലായി തന്നെ അവരോട് പെരുമാറുക, അവരോടൊരു എന്താ പറയുക, അവരെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. അത് നോർമലാണ് എന്ന് പറയും. അതിനെ സൂചിപ്പിക്കാനായിട്ട് ഒരു ഫ്ലാഗ്, മഴവില്ലിൻ്റെ പോലെ ഒരു ഫ്ലാഗ്, ആ ഫ്ലാഗ് കണ്ടിട്ടുണ്ടോ? LGBTQ എന്ന് പറയും. LGBTQൻ്റെ ഫുൾ ഫോം എന്താണ്? ബൈസെക്ഷൽ, LGBT, ട്രാൻസ്ജെൻഡർ, ക്യൂർ എന്താണ്? ആ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്താണെന്ന് സ്വയം തിരിച്ചറിയാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. മെയിലാണോ ഫീമെയിലാണോ എവിടെയാണ് ജെൻഡർ ഫ്ലൂയിഡ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു അവസ്ഥയാണ് ക്യൂർ എന്ന് പറയുന്നത്. എല്ലാവരോടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അംബ്രല്ല ടേമാണ് LGBTQ എന്ന് പറയുന്നത്. അവന് പ്ലസ് കൂടെ ലാസ്റ്റ് ചേർക്കും, അല്ലേ? ഇനിയും നമുക്ക് കണ്ടെത്തിയിട്ടില്ലാത്ത നമ്മൾ ഒരുപാട് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസ് അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സോ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി, ഹെറ്ററോസെക്ഷുവാലിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. LGBTQ+ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഒരു മഴവില്ലിൻ്റെ വർണ്ണരാജ്. മഴവില്ലിൽ എത്ര നിറമുണ്ട്? എത്ര നിറമുണ്ട്? എത്ര എണ്ണമുണ്ട്? 7 ഉറപ്പാണോ? ഓക്കെ, 7 നമ്മൾ സൗകര്യത്തിന് വേണ്ടി പറയുന്നു, അല്ലേ? പച്ചയ്ക്കും നീലയ്ക്കും ഇടയിൽ എത്ര നിറമുണ്ട് മഴവില്ലിൽ? അതിങ്ങനെ ഡിസ്ക്രീറ്റ് ആണോ? പച്ച കഴിഞ്ഞ് അടുത്ത പോയിന്റിൽ നീല തുടങ്ങുകയാണോ? നീല കഴിഞ്ഞ് അടുത്ത പോയിന്റിലാണോ? സോ അത് ഇൻഫിനിറ്റ് ആണ്, അല്ലേ? അത് നമ്മുടെ വയലറ്റിൽ നിന്നും തുടങ്ങി എവിടേക്ക് എത്തുന്നു? റെഡിലേക്ക് എത്തുന്നതിനിടയിൽ ഒരുപാട് നിറങ്ങളുണ്ട്, അല്ലേ? നമ്മൾ സൗകര്യത്തിന് ഒരു ബാൻഡായിട്ട് അതിനെ കണക്കാക്കുകയാണ്. ഇത് വയലറ്റ്, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ് എന്ന് നമ്മൾ സൗകര്യത്തിന് വേണ്ടി പറയണം. അതിനിടയിൽ ഒരുപാട് നിറങ്ങളുണ്ട്, അല്ലേ? ഇല്ലേ? നമ്മൾ കാണുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രമേ കാണുന്നത്, അല്ലേ? സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നിറങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അതുപോലെ
അതില്ല, അത് വേറെ ടോപ്പിക്, അതില്ല. ഓക്കെ. സോ ഒരു മഴവില്ലിൻ്റെ വർണ്ണരാജി പോലെ സ്പെക്ട്രം പോലെയാണ് ലൈംഗികതയിലും ഈ സ്പെക്ട്രം ഒക്കെ ഉണ്ട് എന്ന് കാണിക്കാനാണ്, അല്ലാതെ രണ്ട് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ആൺ പെൺ എന്നുള്ളത് മാത്രമല്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മഴവില്ലിൻ്റെ ഉദാഹരണം അവിടെ വരുന്നത് കേട്ടോ. അത് മോളുടെ ഡൗട്ടോടെ ചോദിച്ചു. പല മാർഗ്ഗങ്ങളുണ്ട് അതിനകത്ത്. അഡോപ്ഷൻ ഒരു മാർഗ്ഗം മാത്രമാണ്. പല 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 രീതിയിലുള്ള ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ അവർക്ക് ലഭ്യമാണ്. അഡോപ്ഷൻ അല്ലാതെ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് കുട്ടികളെ വേണം, അവർക്ക് പല രീതിയിലും, അല്ലെങ്കിൽ ഒരു പാരൻസിന് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കപ്പിളിന് കുട്ടികൾ വേണമെങ്കിൽ അവർക്ക് വാടകയ്ക്ക് ഗർഭപാത്രം എടുക്കുന്ന പല രീതിയിലുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട്. അതല്ല ഉദ്ദേശിക്കുന്നത്. ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഗേ കപ്പിൾസിന് കുട്ടികൾ വേണമെങ്കിൽ അവർക്ക് അഡോപ്ഷൻ ഒരു മാർഗ്ഗമാണ്, അല്ലെങ്കിൽ ഇതുപോലെ വാടകയ്ക്ക് ഗർഭപാത്രമൊക്കെ എടുത്തുകൊണ്ട് അവർക്ക് ബീജങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളെയൊക്കെ ഉണ്ടാക്കാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ആധുനിക നമുക്ക് സയൻസ് ഉപയോഗിച്ചുകൊണ്ട് കുറേ മാർഗ്ഗങ്ങളുണ്ട്. എന്താ സംശയമുണ്ടോ? മാസ്റ്റർബേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്? സ്വയംഭോഗം എന്ന് പറയുന്നത്. അല്ല, ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു വിഷയമാണ്. അതാണ് ഞാൻ ആ ഒരു പ്രത്യേക സ്ലൈഡ് തന്നെ ഉൾപ്പെടുത്തിയത്. എന്താണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്, സ്വയംഭോഗം എന്ന് പറയുന്നത്? നമ്മുടെ ലൈംഗിക അവയവത്തെ നമ്മൾ സ്വയം ഉത്തേജിപ്പിച്ചുകൊണ്ട് ലൈംഗിക അനുഭൂതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. ഇത് സർവ്വസാധാരണമായിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇത് ആൺകുട്ടികളിലുണ്ട്, പെൺകുട്ടികളിലുണ്ട്, മുതിർന്ന ആളുകളിലുണ്ട്. പക്ഷേ ഇന്ന് മാസ്റ്റർബേഷനെ കുറിച്ച് ഒരുപാട് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉള്ളത് ഒരുപക്ഷെ ലൈംഗികതയിൽ മാസ്റ്റർബേഷനെ കുറിച്ച്. എന്തൊക്കെ കഥകളാണ് നിങ്ങൾ മാസ്റ്റർബേഷനെ കുറിച്ച് കേട്ടിട്ടുള്ളത്? എന്തൊക്കെ തെറ്റിദ്ധാരണകളെ കേട്ടിട്ടുള്ളത്? മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്സ് ചെയ്യാൻ തോന്നുന്നില്ല, പിന്നെ ഭാവിയിൽ സെക്ഷൽ ആയിട്ടുള്ള നിങ്ങളുടെ കഴിവുകളൊക്കെ കുറയും, പിന്നെ താല്പര്യം കുറയും, പിന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് മതപഠന ക്ലാസ്സുകളിലൊക്കെയാണ് അതൊരു പാപമായിട്ടാണ് മാസ്റ്റർബേഷൻ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പേറുന്ന ഒരു കാര്യമാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമുക്കൊക്കെ വളർച്ചയിലൊക്കെ പല ഘട്ടങ്ങളിലും സെക്ഷൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ വരാം. ആ സമയത്ത് സ്വയം എൻജോയ്മെൻറ്റിന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന, സെക്ഷൽ എൻജോയ്മെൻറ്റ് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന, മനസ്സിന് റിലാക്സേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു നോർമലായിട്ടുള്ള പ്രതിഭാസമാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. ഇത് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈംഗിക വളർച്ചയുടെ ഒരു ലക്ഷണം കൂടെയാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള നിങ്ങളുടെ ഹോർമോണുകളൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടെയാണ് മാസ്റ്റർബേഷൻ തോന്നാനുള്ള താല്പര്യം എന്ന് പറയുന്നത്. സോ അതൊരു വളർച്ചയുടെ പോസിറ്റീവ് തിങ് അല്ലേ? സോ നമുക്ക് ഒരു കാര്യം തെറ്റാണെന്ന് പറയുന്നുവെങ്കിൽ അതിനകത്ത് എന്താണ് തെറ്റെന്ന് കൂടെ പറയണം അല്ലേ? അത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് തെറ്റ്, അത് ചെയ്യുന്നത് കൊണ്ട് വ്യക്തിക്കോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരു കളവ് മോശമാവുന്നത്. എന്തുകൊണ്ടാണ്? ഒരാൾക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ? വേറെ ആളുടെ പൈസ എടുക്കുന്നുണ്ട്, നമ്മൾ വേറെ ആൾ അധ്വാനിച്ച പൈസ മറ്റവൻ എടുക്കുന്നത് തെറ്റാണ്. സോ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു കാര്യം ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു എവിഡൻസ് വേണ്ടേ? സോ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന പ്രക്രിയക്കകത്ത് അതൊരു റോങ് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. കാരണം ദർ ഇസ് നോ എവിഡൻസ് ഫോർ ദാറ്റ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പം സപ്പോസ് എക്സാമ്പിൾ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു രോഗം ഉണ്ടാവുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്ത് രോഗാവസ്ഥയിലേക്ക് പോകുന്നു എന്നിരിക്കട്ടെ. സോ നമുക്ക് പറയാം അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് പറയാം. സോ അങ്ങനൊരു എവിഡൻസ് നമുക്കില്ല. മനസ്സിലായോ? അത് കൂടാതെ തന്നെ ദാറ്റ്സ് എ നോർമൽ ആയിട്ടുള്ള നമ്മുടെ സെക്ഷൽ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, സെക്ഷൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഒരു കാര്യം കൂടെയാണ്. ഓക്കെ. പിന്നെ അതിനകത്തൊരു പ്രശ്നം നീ പറഞ്ഞ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാം. ഒരു അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മാസ്റ്റർബേഷൻ. നമ്മളിപ്പോൾ മൊബൈൽ അഡിക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ചില ആളുകൾ മദ്യത്തിന് അഡിക്റ്റഡ് ആവുന്ന ആളുകളില്ലേ? അങ്ങനെ ആളുകൾ പുകവലിക്ക് അഡിക്റ്റ് ആവുന്ന ആളുകൾ അവരെന്താ ചെയ്യുക? അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ?
കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും മദ്യപിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കും. ഇതൊക്കെ ഒരു അഡിക്ഷനാണ്. നമ്മുടെ ബ്രെയിൻ അതിനോട് അഡിക്റ്റഡ് ആവുകയാണ്. ബ്രെയിൻ അതിനോട് അഡിക്റ്റഡ് ആവുന്ന പോലെ തന്നെ മാസ്റ്റർബേഷനിലേക്കും അഡിക്റ്റഡ് ആവുന്ന സാഹചര്യങ്ങളുണ്ട്. അത്ര എല്ലാവർക്കും ഇത് ചെയ്യുന്ന എല്ലാവരും അഡിക്റ്റഡ് ആവണമെന്നില്ല. പക്ഷേ ചില കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ബ്രെയിൻ അവിടെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, വേറെ ഒന്നിനും താല്പര്യമില്ല. പഠിക്കാൻ താല്പര്യമില്ല, മറ്റ് സോഷ്യൽ ബന്ധങ്ങളിൽ താല്പര്യമില്ല, കളിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഒരുപക്ഷെ ഭക്ഷണത്തിനോട് താല്പര്യമില്ല. ആ കുട്ടിയുടെ പൂർണ്ണ ചിന്ത അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പൂർണ്ണ ചിന്ത ഇതിലോട്ടായി വരും. ഇത് കണക്റ്റഡ് ആയിട്ട് പലപ്പോഴും പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലും ഒക്കെ കാണുന്ന ലൈംഗിക വീഡിയോസ് കണ്ടിന്യൂസ് ആയി കണ്ട്, ഇൻ്റർനെറ്റിലൂടെ കണ്ടിന്യൂസ് ആയി കണ്ട് മണിക്കൂറുകളോളം അത് കാണുകയും മാസ്റ്റർബേഷനിൽ അഭയം ചാടി, അതൊരു തെറ്റായ ഇൽ ഹെൽത്താണ്. അത് നീ സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു ഇൽ ഹെൽത്താണ്. അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകും. അത് നമ്മൾ ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ എല്ലാവരും അതിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അഡിക്ഷൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്കൊരു ഡോക്ടറുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഓക്കെ, ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ എക്സസീവ് മാസ്റ്റർബേഷൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് ആവശ്യമാണ്. അതർവൈസ് നമുക്ക് എപ്പോഴും ഇത് ഒരിക്കലും നിങ്ങളെ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നില്ല. നോർമൽ അവസ്ഥയിൽ ഇത് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്, സേഫ് ആയിട്ടുള്ള കാര്യമാണ്. മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ലൈംഗിക രോഗങ്ങൾ വരുമോ? ഇല്ല. തീർച്ചയായിട്ടും ക്യൂറുണ്ട്. നമുക്കിന്ന് ക്യൂറുണ്ട്, ചികിത്സിക്കാൻ കഴിയും ആ കുട്ടീനെ. മാനസികമായിട്ടും നമുക്ക് കൗൺസിലിങ്ങിലൂടെയും മറ്റു വഴികളിലൂടെയൊക്കെ ചികിത്സിക്കാനുള്ള വഴിയുണ്ട് കേട്ടോ. ഡോൺ വറി. പിന്നെ ഈ കൗമാര കാലഘട്ടത്തിൽ മാസ്റ്റർബേഷൻ കൂടുതലായിട്ട് തോന്നാം, കൂടുതലായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിട്ട് വരാം. പ്രായപൂർത്തിയാവുന്നതോടെ സാധാരണ അത് കുറയുന്നതാണ് കാണുന്നത്. സെക്സും ജെൻഡറും നമ്മൾ നേരത്തെ പറഞ്ഞ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബയോളജിക്കലായിട്ടുള്ള നിങ്ങളുടെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആൺകുട്ടിയുടെയാണോ പെൺകുട്ടിയുടെയോ അനുസരിച്ചാണ് സെക്സ് എന്ന് പറയുന്നത്, അല്ലേ? മെയിൽ സെക്സ്, ഫീമെയിൽ സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച മാനസികാവസ്ഥയാണ്, അല്ലേ? ഞാൻ എന്നെ സ്വയം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആണാണോ പെണ്ണാണോ എന്ന് സ്വയം തിരിച്ചറിയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെൻഡർ എന്ന് പറയുന്നത്, അല്ലേ? സോ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ മെയിൽ സെക്സ് ആണെങ്കിൽ അതിനകത്തൊരു ഫീമെയിൽ ജെൻഡർ ആയിക്കൂടെ? ട്രാൻസ്ജെൻഡേഴ്സിൽ അതാണ് സംഭവിക്കുക, അല്ലേ? അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ആ സെക്സും ജെൻഡറും ഒരേ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയും. സെക്സിനോടനുബന്ധിച്ചല്ല ജെൻഡറെങ്കിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയും. ഓക്കെ, ഇത്ര വ്യത്യാസം. സെക്ഷൽ ഓറിയൻറ്റേഷൻ നമ്മൾ കഴിഞ്ഞാണ്. LGBTQൻ്റെ ആ ഒരു ഫ്ലാഗാണ് കാണിച്ചത്, മഴവില്ലിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു മെസ്സേജാണ്. സെക്സ് നോട്ട് ഈക്വൽ ടു ജെൻഡർ, ജെൻഡർ നോട്ട് ഈക്വൽ ടു സെക്ഷൽ ഓറിയൻറ്റേഷൻ. മനസ്സിലായോ? അതായത് ചിലവർക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെയും ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചിലർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. രണ്ടും രണ്ടാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് വേറൊരു അവസ്ഥയാണ്, ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വേറൊരു അവസ്ഥയാണ്. രണ്ടും ഒരുമിച്ച് പലപ്പോഴും കൂട്ടിക്കുഴച്ചാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഇതൊരു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കെതിരെ നടക്കുന്നത് ലൈംഗിക അതിക്രമമാണെന്ന് സ്വയം തിരിച്ചറിയാൻ പലപ്പോഴും കുട്ടികൾക്ക് പറ്റാറില്ല. അത് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, പ്രായപൂർത്തിയായ ആളുകൾ പോലും, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾക്ക് പോലും തങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്ന് സ്വയം തിരിച്ചറിയാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ വിധി ഇതാണ്, അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെയാണ്, ഇതിൻ്റെ നോം ഇതാണ് എന്ന് ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. സോ ലൈംഗിക അതിക്രമങ്ങൾ എന്താണെന്നും അതെങ്ങനെ തടയുക എന്നുള്ളത്, അല്ലേ? പലപ്പോഴും ഈ സ്പർശനങ്ങളാണ് കുട്ടികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളിൽ ബാഡ് ടച്ച്, ഗുഡ് ടച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ ആരെങ്കിലും? പറഞ്ഞു. സ്കൂളുകളിൽ ചിലപ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ടാവും. നമ്മുടെ സ്നേഹത്തോടെ പലരും ആശ്ലേഷിക്കാറുണ്ട്, നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ. സോ ചില ടച്ചുകൾ നമുക്ക് ഡിസ്കംഫർട്ടായിട്ട് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വ്യക്തി നമ്മളെ ബാഡായിട്ട് ടച്ച് ചെയ്യുക, പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ബോഡി പാർട്സിൽ കൂടുതലായിട്ടും നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഏതൊക്കെയാണ്? ലിപ്സ്, ആൺകുട്ടികളിലാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ലിപ്സ്, ചെസ്റ്റ്, നമ്മുടെ ബിറ്റ്വീൻ അവർ ലെഗ്സ്, എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഉള്ള ഭാഗം, പിന്നെ ബാക്കിൽ ബോട്ടം. സോ ഇത്തരം ഏരിയകളിൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടച്ച് ഒരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊരു ബാഡ് ടച്ചായിട്ട് നിങ്ങൾ പരിഗണിക്കണം. നിങ്ങൾ ആ സമയത്ത് നോ പറയണം, അല്ലേ? നിങ്ങളെങ്കിൽ അവിടുന്ന് മാറി നിൽക്കണം, നോ പറയണം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ആരോടെ റിപ്പോർട്ട് ചെയ്യുക? ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യാം. പിന്നെ ഗുഡ്. ചൈൽഡ് ലൈനിൻ്റെ നമ്പർ എത്രയാണ്? 1098. കറക്റ്റാണ്. എല്ലാവരും പഠിച്ചോ, അല്ലേ? ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ആരോട് പറയാം? പാരൻസിൻ്റെ അടുത്ത് പറയാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, സ്കൂളിൽ ചിലപ്പോൾ കൗൺസിലേഴ്സ് ഉണ്ടാകും, അവരുടെ അടുത്ത് പറയാം.
സോ ഒരു മുതിർന്ന വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്കത് പറയാം. ഇന്നത്തെ നിയമങ്ങളനുസരിച്ച് അത്തരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികാരികളെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ആളുകൾ ബാധ്യസ്ഥരാണ്. പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ അവർക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. സോ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലാണ്. എവിടേക്കാണ്? ലിപ്സ്, ചെസ്റ്റ്, എക്സ്റ്റേണൽ ജെനിറ്റലിയ, അതായത് ബിറ്റ്വീൻ അവർ ലെഗ്സ് ആൻഡ് ബോട്ടം. അതാ ഞാൻ പറയുന്നത്. അത് നമുക്ക് ആ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പാരൻസ് സ്വാഭാവികമായിട്ടും നമ്മളെ ലാളിക്കാറുണ്ട്, എടുക്കാറുണ്ട്, ഉമ്മ വയ്ക്കാറുണ്ട്. അതൊന്നും ബാഡ് ടച്ചായിട്ട് നമ്മൾ പരിഗണിക്കാറില്ല. സ്വാഭാവികമായിട്ടും നമ്മളെ നമ്മളെ സെക്ഷലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആളുകൾ ചെയ്യുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ആ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലാത്ത സ്നേഹപ്രകടനം നടത്താത്ത സാഹചര്യങ്ങളായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളത്. സോ അത് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധാരണ കഴിയും. പാരൻസിൻ്റെയോ സ്നേഹമുള്ള ആളുകളോ ചെയ്യുന്നതെല്ലാം ബാഡ് ടച്ച് അല്ല കേട്ടോ. അങ്ങനെ കരുതരുത് പ്ലീസ്. Okay, but what if any of your family member touches you uncomfortably? What should you do? നിങ്ങൾ അവരെ അറിയിക്കുക. അവരോട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൺവേ ചെയ്യുക. നോ പറയുക. നിങ്ങൾ അവരോട് ഓപ്പണായിട്ട് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറി നിൽക്കുക. സോ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, എഗൈൻ അവർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് റിപ്പോർട്ട്. ഓക്കെ. സോ നെക്സ്റ്റ് കൺസെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 10-18 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ മുതിർന്ന പൗരന്മാരായി അല്ലേ, നിയമപരമായിട്ട് മുതിർന്ന പൗരമായി സെക്ഷൽ ആക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലൈംഗികത സെക്ഷൽ ആക്ട് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അവകാശം കൂടെയുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? എനിക്കൊരാളെ ഇഷ്ടമാണ്, ഇന്ന് എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? എന്താ വേണ്ടത്? കല്യാണം കഴിക്കണം. പിന്നെന്താ വേണ്ടത്? സോ ഒരു വ്യക്തിയുടെ സമ്മതം അത് വളരെ പ്രധാനമാണ് അല്ലേ. നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ലൈംഗിക അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? സമ്മതം. അത് വളരെ പ്രധാനപ്പെട്ടത്. എന്താണ് സമ്മതം എന്ന് പറയുന്നത്? എഴുതി ഒപ്പിട്ട് വാങ്ങിക്കോ. ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് ആ വ്യക്തി ഈ പറയുന്ന ഒരു കൺസെൻറ്റ് നമ്മൾ അവിടെ രൂപീകരിക്കണം എന്ന് പറയുന്നത് അല്ലേ. ആ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ള, നിങ്ങൾ നിർബന്ധിച്ചിട്ടോ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടോ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ പ്രലോഭിപ്പിച്ചിട്ടോ നേടുന്നതല്ല. ഒരു വ്യക്തി മനസ്സുകൊണ്ട് ഒരു യെസ് കൊടുക്കുന്നതാണ് സമ്മതം എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു സമ്മതത്തോടു കൂടി മാത്രമേ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഒരു വ്യക്തിക്ക് താല്പര്യമില്ലെങ്കിൽ അത് പിന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും അല്ലേ. ഒരു വ്യക്തിയുടെ താല്പര്യമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ലൈംഗിക അതിക്രമമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് നിയമപരമായിട്ട് ആ രീതിയിലേക്ക് പോകും. സോ ഇത് ഒരിക്കൽ കൺസെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സമയത്തും പിന്നെ ലൈഫ് ലോങ് കൺസെൻറ്റ് ആവശ്യമില്ല. അങ്ങനെയുണ്ടോ? ഓരോ തവണയും നമ്മൾ കൺസെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു കൺസെൻറ്റ് നമ്മൾ മുദ്ര പേപ്പറിൽ എഴുതിയുള്ള കൺസെൻറ്റ് അല്ല. നമ്മൾ ആ ഒരു വ്യക്തിയോട് ഫ്രീ ആയിട്ട് സംസാരിച്ച് ദാറ്റ് കൺസെൻറ്റ് ഷുഡ് കം ഫ്രം ദാറ്റ് പേഴ്സൺ. അത് വളരെ പ്രധാനമാണ് അല്ലേ. ഗർഭനിരോധന മാർഗ്ഗങ്ങൾ നമുക്കൊരു 10-15 മിനിറ്റ് കൂടെ ഉണ്ട്. കോൺട്രസെപ്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഗർഭനിരോധന മാർഗ്ഗങ്ങൾ. ഒരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളാണ് അവിടെയുള്ളത്? സ്ത്രീകളാണെങ്കിൽ ഗർഭിണികളാവാനുള്ള സാധ്യത. എല്ലാ ലൈംഗിക ബന്ധങ്ങളും ഗർഭത്തിലേക്ക് നയിക്കുമോ? പ്രഗ്നൻ്റ് ആവുമോ? ഇല്ല. അത് നേരത്തെ പറഞ്ഞ മിനിസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. മിനിസ്ട്രൽ സൈക്കിളിൽ ഓവം പുറത്തു വരുന്നുണ്ട്. ആ ഓവം ഏകദേശം ഒരു 48 മണിക്കൂറൊക്കെയാണ് ആ വ്യക്തിയുടെ ശരീരത്തിൽ, ആ വ്യക്തിയുടെ ആ ഒരു ഫെലോപ്പിൻ ട്യൂബിൽ ഉണ്ടാവുക. ആ ഒരു സമയത്ത് നമ്മുടെ പുരുഷൻ്റെ ഒരു സ്പേം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഓവം സ്പേമും കൂടെ എന്താവും? ജോയിൻ ചെയ്ത് ഒരു സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സെല്ലാവും. അതാണ് നമ്മുടെയൊക്കെ തുടക്കം അല്ലേ. ആ സൈഗോട്ടിൽ നിന്നാണ് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇതുപോലുള്ള സെക്സ് സെൽസ് ചേർന്നുണ്ടാവുന്ന സൈഗോട്ടിൽ നിന്നാണ് ആരുണ്ടായിട്ടുള്ളത്? നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാവുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? എംബ്രിയോ, ഭ്രൂണം എന്ന് പറയും. ആ ഭ്രൂണമാണ് നമ്മുടെ യൂട്രസിൽ ഗർഭപാത്രത്തിൽ പോയിട്ട് പിന്നെ കുട്ടിയായിട്ട് മാറുന്നത്. സോ ഈ പറയുന്ന സ്പേം, ഈ പറയുന്ന ഓവം ഒരു 48 മണിക്കൂർ ഒരു ഓവറിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ജീവിച്ചിരിക്കും. ആ സമയത്ത് ഒരു സ്പേം പോയി കഴിയുമ്പോഴാണ് സാധാരണ പ്രഗ്നൻസി സംഭവിക്കുക. അത് ആർത്തവ ചക്രത്തിൽ നമ്മൾ ബ്ലീഡിങ് തുടങ്ങുന്ന ഡേ 1 കണക്കാക്കുകയാണെങ്കിൽ ആർത്തവ ചക്രത്തിൽ ഏകദേശം ഒരു 14ാമത്തെ ദിവസമാണ് ഓവം വരുന്നത്. ആ 14 ദിവസത്തിൽ ഏകദേശം പിന്നെ 2 ദിവസം കൂടെ ഓവം നിലനിൽക്കും. അപ്പോൾ അറൗണ്ട് ആ ഒരു സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് കൂടുതലായിട്ടും പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത. സോ എല്ലാ ലൈംഗിക ബന്ധവും പ്രഗ്നൻസിയിലേക്ക് നയിക്കണമെന്ന് നിർബന്ധമില്ല. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ
കോൺട്രസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മൊത്തം കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടാണോ? അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി, ശാരീരികമായിട്ടുള്ള ഉന്മേഷത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. സോ നമുക്ക് എല്ലാ സമയവും കുട്ടികൾ ആവശ്യമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺട്രസെപ്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്, അല്ലെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ, ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. കോണ്ടംസ്, വെരി ഗുഡ്. കോണ്ടംസും മെയിൽ കോണ്ടംസും ഉണ്ട്, ഫീമെയിൽ കോണ്ടംസ് കേട്ടിട്ടുണ്ടോ? ഫീമെയിൽ കോണ്ടംസ് ഇല്ല. മെയിൽ കോണ്ടം എന്ന് പറയുന്നത് നമ്മൾ പീനിസിൻ്റെ പുറത്താണ് ഇടുന്നത്. ഒരു കവർ, അതിൻ്റെ ഫോട്ടോ ഉണ്ട്. യെസ്, ഇതാണ് മെയിൽ കോണ്ടം എന്ന് പറയുന്നത്, അല്ലേ? പീനിസിൻ്റെ പുറത്ത് നമ്മൾ ഇടുന്നു. സോ നമ്മുടെ ശുക്ലം എജാക്കുലേറ്റ് ചെയ്താലും ആ കോണ്ടത്തിനകത്ത് തങ്ങി നിൽക്കും, അകത്തോട്ട് പോവില്ല. സോ ഫെർട്ടിലൈസേഷൻ നമുക്ക് തടയാൻ പറ്റും. ഫീമെയിൽ കോണ്ടംസ് ലഭ്യമാണ്. അത് ഫീമെയിൽ വജൈനയ്ക്ക് അകത്ത് ഇൻസെർട്ട് ചെയ്യുന്ന, അത് ഒരു എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും, ഒരു എൻഡ് ഓപ്പൺ ആയിരിക്കും. ക്ലോസ്ഡ് എൻഡ് അകത്തോട്ട് വയ്ക്കും, ഓപ്പൺ എൻഡ് പുറത്തോട്ട് വരും. സോ ആണുങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, പെണ്ണുങ്ങളിൽ ഉപയോഗിക്കുന്ന കുറച്ച് മെയിൽ കോണ്ടംസ് ആണ് നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിട്ടുള്ള കാര്യം. കോണ്ടംസ് അല്ലാതെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? ഹോർമോണൽ ആയിട്ടുള്ള പിൽസുകൾ, മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയുടെ ആർത്തവ ചക്രത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് തടയാൻ കഴിയും. ഈ പറയുന്ന പ്രഗ്നൻസി ആവുന്നത് തടയാൻ പിൽസ്, മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തടയാൻ കഴിയും. സോ പിന്നെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ, IUDs എന്നൊക്കെ പറയും. കോപ്പർട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സാധനങ്ങൾ സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് ചില ഡിവൈസുകൾ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ കോപ്പർട്ടി എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയാവുന്നത് നമുക്ക് തടയാൻ കഴിയും. ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഗർഭനിരോധന മാർഗ്ഗങ്ങൾ. എപ്പോഴും സേഫർ ആയിട്ടുള്ള ഗർഭനിരോധന മാർഗ്ഗം എന്ന് പറയുന്നത് കോണ്ടംസ് ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ മരുന്ന് കഴിക്കുന്നതിൻ്റെയോ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സേഫർ ആയിട്ടുള്ള മാർഗ്ഗം കോണ്ടം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൂടെ നേരത്തെ പറയാം. പോക്സോ ആക്ട്, നേരത്തെ പറഞ്ഞ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അല്ലേ, ലൈംഗിക അതിക്രമങ്ങൾ സാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു നിയമ സംവിധാനം 2012 നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് പോക്സോ ആക്ട്. പോക്സോയുടെ ഫുൾ ഫോം എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. 2012 ഇത് രൂപീകരിച്ചത്. ഇത് കൂടുതൽ കുട്ടികളുമായി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുകൂടെ ഇപ്പോൾ അവരുടെ മുടിയെടുക്കുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്നതിനാണെങ്കിലും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ പോക്സോ ആക്റ്റിലുണ്ട്. പ്രത്യേക കോടതികളുണ്ട്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാ കുട്ടികളെയും നമ്മൾ ഇതിനകത്ത് ലൈംഗിക ഈ പറയുന്ന അതിക്രമങ്ങൾക്ക് വിധേയമായിട്ടുള്ള എല്ലാവരെയും, ജെൻഡർ ന്യൂട്രലാണ്, എല്ലാവർക്കും ഇത് ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ കുട്ടികൾ തനിക്കെതിരെ എന്തെങ്കിലും നടന്നു എന്ന് നേരത്തെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്തോ കൗൺസിലറുടെ അടുത്തോ പാരൻസിൻ്റെ അടുത്തോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബാധ്യതയാണ് ഇത് പോലീസിൽ അറിയിക്കുക എന്ന് പറയുന്നത്. അവർ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഇതിലൂടെയുടെ കേസാണ് അതിനകത്ത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പാരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയൊക്കെ നിയമപ്രകാരം ഉത്തരവാദിത്വം കൂടെയാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് പ്രധാനമായും നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മളിന്ന് ഉദ്ദേശിച്ച അതിൻ്റെ ഒരു നട്ട്ഷെൽ ഇതാണ്. എന്താണ് ലൈംഗികതയെക്കുറിച്ചുള്ള ധാരണകൾ, നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഫിസിയോളജിക്കലി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഒരു പ്യുബർട്ടി എന്ന് പറയുന്ന സമയത്ത് വരുന്നത്, ലൈംഗികതയുടെ ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസുകൾ എന്തൊക്കെയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ്, ജെൻഡർ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സെക്ഷൽ ബിഹേവിയർ എങ്ങനെ രൂപപ്പെടുത്തണം, ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എന്തിനാണ് ഇന്ന് ക്ലാസ് എടുത്തുകൊണ്ടുള്ള ഗുണം എന്താ, അല്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇതുവഴി പോയി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്താ പറ്റുക? ഭക്ഷണം കഴിച്ചാൽ എന്താ പറ്റുക? വയറിലെത്തിയിട്ട് കുറേ അബ്സോർബ് ആവില്ലേ? അതുപോലെ ഇന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ അബ്സോർബ് ആക്കുമോ? അബ്സോർബ് ആയ എന്താ, എവിടേക്കാണ് അബ്സോർബ് ആക്കുക? ബ്രെയിനിലേക്കാ. നമ്മുടെ കോർട്ടെക്സിലേക്ക് അബ്സോർബ് ചെയ്താൽ എന്താ ഗുണം? നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരും, അല്ലേ? നമ്മുടെ നിലപാടുകളിൽ നമ്മുടെ അറിവ് നമ്മളെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അറിവിൻ്റെ ഗുണം എന്താണ്? നമ്മൾ പഠിക്കുന്തോറും അറിയുന്തോറും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലച്ചോറ് സ്ഥിരം ഇന്നത്തെ തലച്ചോറല്ല, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അറിവ് നിങ്ങളെ പരിഷ്കരിക്കണം. ആ പരിഷ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ എന്ത് മാറ്റം വരണം? നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ നിലപാടുകൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ LGBTQ പെട്ട ഒരാളുമായിട്ടുള്ള നിങ്ങളുടെ നിലപാടിൽ മാറ്റം വരുമോ? അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുമോ? സാധാരണ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് നിങ്ങളുടെ നിലപാടുകളും അവരോടുള്ള പെരുമാറ്റവും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. സ്വയം മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ സെക്ഷൽ ബിഹേവിയർ ആണെങ്കിലും സ്വയം മാറ്റങ്ങൾ വരുത്തുക. ലൈംഗിക അതിക്രമങ്ങൾ
കുറയ്ക്കുക. നമുക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും ലൈംഗിക അതിക്രമം ഒരു വ്യക്തിയിൽ കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള പ്രധാനമാണ്. സേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസുകൾ ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ ബോയ്സ് ഇരിക്കണം ഇവിടെ ഗേൾസ് ഇരിക്കണം എന്ന്? പിന്നെന്തിനാ അങ്ങനെ ഇരുന്ന്? അതാരാ ക്യാപ്റ്റൻ പറഞ്ഞാ? എത്ര പേരുണ്ട്? ഇവിടെ 2 പേര്, ഇവിടെ എത്ര പേരുണ്ട്? ഇനി അങ്ങനെ ഇരിക്കരുത്, മിങ്കിൾ ചെയ്ത് ഇരിക്കണം. നിങ്ങളിത് ഗേൾസുമായിട്ട് ഫ്രണ്ട്സ് ആവില്ലേ? അതിനുവേണ്ടിയല്ലേ നമ്മൾ ക്യാമ്പ് നടത്തുന്നത്, അതിനുവേണ്ടിയല്ലേ സ്കൂളുകളിൽ മിക്സഡ് ആയിട്ടുള്ള സ്കൂളുകൾ നടത്തുന്നത്. സോ മിക്സ് ചെയ്ത് ഇരിക്കുക, ഇങ്ങനെ മാറി മാറി ഇരിക്കേണ്ട കാര്യമല്ല. ഒരുപക്ഷെ നമ്മളെയൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ആൺകുട്ടികളുടെ കൂടെ ഇരിക്കുക, പെൺകുട്ടി. എന്നെയൊക്കെ ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കൂടെ കൊണ്ടിരുന്നു ശിക്ഷയായിട്ട്. അങ്ങനെയുള്ള ടീച്ചർമാരുണ്ടായിരുന്നു. അപ്പോൾ നാണക്കേടാ, പെൺകുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ നാണക്കേടാ അവന്. അപ്പോൾ നാളെ മുതൽ അവൻ സംസാരിക്കാതിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു, കൂടെ ഇരിക്കാനായിട്ട് സംസാരിക്കുന്നവരുണ്ട്. സോ അങ്ങനെ ചെയ്യരുത്, മാറി നിങ്ങൾ മിക്സ് ചെയ്തിരിക്കുക, റാൻഡമായിട്ട് ഇരിക്കുക കേട്ടോ. നിങ്ങൾ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരുമായി, എല്ലാ ആൺകുട്ടികളുമായി എല്ലാ പെൺകുട്ടികളുമായും നിങ്ങൾ കമ്പനി ആയിരിക്കണം, ഫ്രണ്ട്സ് ആയിരിക്കണം, പേരറിഞ്ഞിരിക്കണം, നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. സോ അങ്ങനെ വ്യത്യാസമില്ല കേട്ടോ. ഓക്കെ.